പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കാവുന്ന വേദങ്ങളുമായി ബന്ധപ്പെട്ട ചില സൂക്തികളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഭാരതീയ സംസ്കാരം അത്യന്തം ഉജ്ജ്വലമായ ഒരു സംസ്കാരമാണ്. എന്നാൽ ഇതിനെ മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയാതിരുന്നത് കൊണ്ട് എന്നും ഇതിനെക്കുറിച്ച് വളരെയേറെ ആക്ഷേപങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വേദങ്ങളിൽ, അതുപോലെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്ന ഉജ്ജ്വലങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചിന്തനം ചെയ്യാം എന്നാണ്. ഇവിടെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രസ്വാഭിന്യുപനിഷത്ത് എന്ന പേരിൽ ഒരു ഉപനിഷത്തുണ്ട്. നമ്മൾ അധികം പേര് അങ്ങനെ ഒരു ഉപനിഷത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. സാധാരണഗതിയിൽ ഉപനിഷത്ത് എന്ന് നാം പറയുമ്പോൾ വേദങ്ങളുടെ ദാർശനികമായ ഭാഗമാണ് ഉപനിഷത്ത്. വേദങ്ങൾക്ക് 4 ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് അതിൻ്റെ മന്ത്രങ്ങളുടെ ഒരു സം ടോട്ടൽ, ആകത്തുക എന്ന് പറയാവുന്ന സംഹിത, വൈദികമായ അനുഷ്ഠാനങ്ങൾക്ക് നിർദ്ദേശകങ്ങളായി വർത്തിക്കുന്ന ബ്രാഹ്മണങ്ങൾ, അത് കഴിഞ്ഞ് വാനപ്രസ്ഥരാകുന്ന ആളുകൾക്ക് അവരുടെ ബുദ്ധിക്ക് ഏകാഗ്രത കൈവരുത്തുവാനും വൈദികമായ ആശയങ്ങൾ അഥവാ വേദ അന്തം ഗ്രഹിക്കുന്നതിനുള്ള ആ ബുദ്ധിയുടെ തീക്ഷ്ണത ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സൂക്തങ്ങൾ അടങ്ങിയിട്ടുള്ള, അതായത് കീർത്തനങ്ങൾക്ക്, ഇഷ്ടദേവത സ്തുതിപരങ്ങളായിട്ടുള്ള കീർത്തനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആരണ്യകങ്ങൾ. അത് കഴിഞ്ഞാൽ വേദത്തിന്റെ ദാർശനിക ഭാഗമായിട്ടുള്ള ഉപനിഷത്ത്. അപ്പൊ ഇങ്ങനെ 4 ഭാഗമാണ് വേദങ്ങൾക്ക് ഉള്ളത്. അപ്പൊ വേദങ്ങളിലെ ദർശനങ്ങളെ നാം ക്രോഡീകരിച്ച് എഴുതിയിട്ടുള്ളതാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഉപനിഷത്തുകളിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മള് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉപനിഷത്തുകൾ നമുക്കറിയാം. ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യത്തോടുകൂടി 10 ഉപനിഷത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാമത് ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടം, മാണ്ഡൂക്യം, തിത്തിരി, ഐതരേയം, ചാന്തോഗ്യം, ബൃഹദാരണ്യകം. ഇതാണ് 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളായിട്ട് നമ്മൾ പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ശ്രീ ശങ്കര ഭഗവത്പാദര് അവയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൽ പെടാത്ത വേറെയും പല ഉപനിഷത്തുകളുണ്ട്. പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിലൊന്നും പെടാത്ത ഒരു ഉപനിഷത്താണ് ഈ പ്രസ്വാഭിന്യുപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആരും തന്നെ ഒരു ഉപനിഷത്തിന്റെ രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച് കണ്ടിട്ടില്ല. എന്നാലോ ഇത് വേദത്തിലുള്ള വലിയ ഒരു ദർശനമാണ്. അതുകൊണ്ടാണ് അതിന് പ്രസ്വാഭിന്യുപനിഷത്ത് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. പേര് ഞാൻ കൊടുത്തതല്ല, ഇതിന്റെ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുള്ള പേരാണ്. ഇത് പ്രസ്വാഭിന്യുപനിഷത്താണ് എന്ന്. അപ്പൊ വേദത്തിൽ ഇത് വളരെ വലുതൊന്നുമല്ല. വേദത്തില് 8 മന്ത്രങ്ങളെ ഇതിലുള്ളൂ, ആകെ 8 മന്ത്രങ്ങൾ. അപ്പൊ നമുക്കറിയാം വേദത്തെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്. വേദങ്ങൾ എങ്ങനെയൊക്കെയാണ്? അഷ്ടകങ്ങളുണ്ട്, അധ്യായങ്ങളുണ്ട്, സൂക്തങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്, പിന്നെ അതിൽ മന്ത്രസംഖ്യയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 5ാം അഷ്ടകത്തിലെ 4ാം അധ്യായത്തിൽ വരുന്ന ഭാഗമാണ് ഈ പറയുന്ന ഉപനിഷത്ത്. അല്ലെങ്കിൽ 7ാം മണ്ഡലത്തിൽ 55ാം സൂക്തത്തിൽ 1 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങളാണ്. 8 മന്ത്രങ്ങളേ ഉള്ളൂ. പക്ഷെ അതിലൂടെ എന്താണ്?
വേദം ഒരു വലിയ ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതെന്താണ് ആ ആശയം? അത് നമുക്ക് പറയുമ്പോൾ അതിൽ പല ആശയങ്ങളും നമുക്കതിൽ നിന്ന് ലഭിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ മന്ത്രം എങ്ങനെയാണ്? ഈ സന്ദർഭം എന്താന്ന് ചോദിച്ചാൽ, വസിഷ്ഠ മഹർഷി കുറച്ച് ദിവസം ഉപവസിച്ചു. അദ്ദേഹം 3 ദിവസം ഉപവസിച്ചു. പൂർണ്ണമായിട്ടും ഭക്ഷണമൊക്കെ ഒഴിവാക്കി അദ്ദേഹം ഇരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വല്ലാതെ വിശന്ന് പ്രാണൻ പോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? അന്നം വേണം, ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി അദ്ദേഹം വരുണന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വരുണന്റെ വീട്ടിലേക്ക് എന്തിനു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത്, അന്നം അപഹർത്തും വരുണഗൃഹം ഗച്ഛതി. അന്നം അപഹർത്തും വരുണഗൃഹം ഗച്ഛതി. അന്നം അപഹരിക്കുവാനായി വരുണന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്. അപ്പൊ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അനുവാദമില്ലാതെ എടുക്കുകയാണ്. അനുവാദമില്ലാതെ എടുക്കാൻ അന്നം എടുക്കുന്നതിന് വേണ്ടി വരുണന്റെ വീട്ടിലേക്ക് പോകുന്നു. കാരണം എന്താണ്? വരുണൻ വലിയ ധനികനാണ്. വരുണൻ സമുദ്രത്തിന്റെ ദേവനാണ്. സമുദ്രം രത്നാകരമാണ്, രത്നങ്ങളുടെ ആകരമാണ്. അപ്പൊ രത്നങ്ങളുടെ ആകരമായ സമുദ്രത്തിന്റെ അധിപനായ വരുണൻ ധനികനാണെന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകും? അവിടെ പ്രഭൂതം അന്നം, ധാരാളം അന്നം അവിടെ ഉണ്ടാകും. എന്നാൽ വസിഷ്ഠന് പോയിട്ട് ആ അന്നം ചോദിച്ചു വാങ്ങിക്കൂടെ? ഇല്ല, വസിഷ്ഠൻ ചോദിച്ചു വാങ്ങുന്നില്ല. അന്നം എടുത്തു കഴിക്കാൻ വസിഷ്ഠൻ പോവുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ വസിഷ്ഠൻ എന്താ ഇപ്രകാരം പറയുന്നു: അമീവാഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാസുശേവ ഏധിനഃ. ഇതാണ് അദ്ദേഹം പറയുന്ന മന്ത്രം. അമീവാഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ സഖാ സുശേവ ഏധി നഹ. നഹ നമ്മിലേക്ക് വന്നാലും നമ്മിലേക്ക് വരട്ടെ. അതായത് എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമാറാകട്ടെ, ലഭ്യമായി തീരട്ടെ. എന്താണ് എനിക്ക് ലഭ്യമായി തീരേണ്ടത്? അമീവഹ വിശ്വരൂപാണ്യാവിശൻ സഖാ സുശേവഹ. സഖാവായിരിക്കുന്നത്, സുശേവമായിരിക്കുന്നത്, അമീവഹ ആയിരിക്കുന്നതും ആയ അന്നം എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമാറാകട്ടെ. എനിക്ക് പ്രാപിക്കണം. എങ്ങനെ ആയിരിക്കണം? അന്നമാണ് എനിക്ക് കിട്ടേണ്ടത്. അതാണ് വാസ്തോഷ്പദേ. വാസ്തുവിന്റെ പതിയെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്. ആ വാസ്തുവിന്റെ അധിപൻ ആരാണ്? വരുണനാണ്. അപ്പൊ അല്ലയോ വരുണ, അങ്ങയുടെ അത്യന്തം സമ്പന്നനായ അങ്ങയുടെ ഗൃഹത്തിൽ നിന്ന് എനിക്ക് അന്നം ലഭ്യമാകട്ടെ. എങ്ങനെയുള്ള അന്നമാണ്? അങ്ങ് തരൂ. വേണ്ട, അങ്ങ് എനിക്ക് തരാൻ വേണ്ടി അങ്ങയുടെ കൃത്യാന്തരങ്ങളിൽ വ്യാപൃതനായ അങ്ങ് അതെല്ലാം ഉപേക്ഷിച്ച് വരുമെന്നും വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചുകൊള്ളാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വിശക്കുന്നവന്റെ അവകാശമാണ് അന്നം. അത് വാസ്തോഷ്പതിയുടെ അല്ല, അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുടെ അല്ല. ആർക്കാണ് വിശപ്പ്, അയാൾക്കാണ് അന്നത്തിന് അധികാരം. അത് വേദം നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ എങ്ങനെയാണ് ഗൃഹസ്ഥൻ അന്നം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഒരു വീട്ടില് അന്നം ഉണ്ടാക്കി. ഇന്നാണ് ഇപ്പൊ നമുക്ക് ചെറിയ കുടുംബങ്ങള്, അണുകുടുംബങ്ങള്. മുമ്പൊക്കെ എന്താണ് വലിയ കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ കുടുംബനാഥന് ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം എല്ലാവരെയും ഊട്ടിയിരിക്കണം ആദ്യം. അല്ലാണ്ട് അദ്ദേഹത്തിന് അന്നം കഴിക്കാൻ പാടില്ല. ഭക്ഷണം റെഡിയായി, എന്നാ ഞാൻ തന്നെ അങ്ങോട്ട് കഴിക്കാം എന്ന് പറയലല്ല. വാസ്തുവിന്റെ അധിപനല്ല, അഥവാ കുടുംബനാഥനല്ല ആദ്യം ഭക്ഷണം കഴിക്കുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ്? ആദ്യം അവിടെ ഭക്ഷണം കൊടുക്കുന്നത് ബാലാൻ സ്വവാസിനീം വൃദ്ധാൻ
ഗർഭിണ്യാതുര കന്യകാഹ സംഭോജ്യ അതിഥി ഭൃത്യാംശ്ച ഗൃഹസ്ഥ ശിഷ്ടഭുക് ഭവേത്. ഗൃഹസ്ഥൻ ശിഷ്ടമായ അന്നം ഭുജിക്കുന്നവനാണ്. ശിഷ്ടമായ അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷിച്ച അന്നം, അവശേഷിച്ച അന്നം, ശിഷ്ടം. അത് വേണമെങ്കിൽ നമുക്ക് ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതിനില്ല. എങ്ങനെ ആവണം? ഉച്ഛിഷ്ടം എന്നുള്ളതിന് എന്താണ്? എച്ചിൽ എന്ന അർത്ഥം എടുക്കരുത്. ഉത്കൃഷ്ടമായ ശേഷിപ്പ്, ശേഷിച്ചത്. എങ്ങനെയാണ് ഉത്കൃഷ്ടമായ ശേഷിപ്പ്? അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കി വന്നത് എന്താണ്? ശിഷ്ടമാണ്, ശേഷിച്ചതാണ്. അതെന്താണ്? ഉത്കൃഷ്ടമായ ശേഷിപ്പാണ്. കാരണം എല്ലാവർക്കും കൊടുത്തു. താൻ കഴിക്കുന്ന ആ അന്നം കാത്തുകൊണ്ട് വേറെ ആരും ഇരിക്കുന്നവരില്ല. ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? ഉത്കൃഷ്ടമായ ശേഷിപ്പ് എന്ന അർത്ഥത്തിൽ ഉച്ഛിഷ്ടം എന്ന് നമുക്കതിനെ പറയാം. അപ്പോ ഗൃഹസ്ഥൻ ആദ്യം ബാലന്മാരെ ഊട്ടണം, ചെറിയ കുട്ടികളെ ഊട്ടണം. ബാലാൻ സ്വവാസിനീം. സ്വവാസിനി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പോയിട്ട് അച്ഛന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്നെ ഊട്ടണം. കാരണം എന്താണ്? അത് കഴിച്ച് അവർക്ക് അവരുടെ ഗൃഹങ്ങളിലേക്ക് പോകാനുള്ളതാണ്, ഭർത്തൃഗൃഹങ്ങളിലേക്ക്. പിന്നെ വൃദ്ധാൻ, വൃദ്ധന്മാരെ ഊട്ടണം. പിന്നെ ഗർഭിണി ആതുരാഹ കന്യകാഹ, പിന്നെ ഗർഭിണിമാരായിട്ടുള്ളവരെ ഊട്ടണം. പിന്നെ രോഗികളെ ഊട്ടണം. പിന്നെ കന്യകമാരെ ഊട്ടണം. അത് കഴിഞ്ഞിട്ട് സംഭോജ്യ അതിഥി ഭൃത്യാംശ്ച, അത് കഴിഞ്ഞിട്ടാണ് അതിഥികളെ ഊട്ടുന്നത്. എന്നിട്ട് ഊട്ടുന്ന ആരാണ്? പിന്നെ ഊട്ടുന്നത് ഭൃത്യന്മാരെ. അതും കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള ശേഷിപ്പ് എന്താണ്? വേറെ ആർക്കുമില്ല, തനിക്കായിട്ടുള്ളതാണ്. ആ ശേഷിപ്പാണ് ഗൃഹസ്ഥ ശിഷ്ടഭുക് ഭവേത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എപ്പോഴും എന്താണ്? മറ്റുള്ളവരാണ്. അന്നത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരിഗണിക്കാനുള്ളത് മറ്റുള്ളവരെയാണ്. ഇനി ഗൃഹസ്ഥൻ തന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു അതിഥി വരികയാണെങ്കിൽ, അതിഥി എന്ന് പറഞ്ഞാൽ വഴിപോക്കൻ, വഴിപോക്കനാണ് ചിലപ്പോൾ കയറി വന്നു വരും. അധ്വനീനോ അതിഥിർ ജ്ഞേയ, വഴിപോക്കൻ അതിഥിയാണെന്ന് അറിഞ്ഞുകൊള്ളണം. വഴിപോക്കൻ, വഴിപോക്കൻ എങ്ങനെയുള്ള ആളാണ്? അതിഥി എന്ന് പറഞ്ഞാൽ യസ്യ ന ജ്ഞായതേ നാമ ന ഗോത്രം ന ച സ്ഥിതിഃ അകസ്മാത് ഗൃഹമാത് ആയാതോ സോ അതിഥി കഥിതോ ബുധൈഃ. അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരറിയില്ല. യസ്യ ന ജ്ഞായതേ നാമ ന ഗോത്രം ന ച സ്ഥിതിഃ. സ്ഥിതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ. അദ്ദേഹം ചിലപ്പോൾ ഉദ്യോഗസ്ഥനായിരിക്കാം, കൃഷിക്കാരനായിരിക്കാം, യാചകനായിരിക്കാം, ആരുമായിക്കൊണ്ടിട്ട്. ആരാണെങ്കിലും എന്ത് ചെയ്യണം? അകസ്മാത് ഗൃഹമായാത. അകസ്മാത്, കസ്മാത്, എവിടെന്നാണ് വന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ വന്ന ആളാണ് അതിഥി. അങ്ങനെ ഒരു അതിഥി വന്നാൽ എന്ത് ചെയ്യണം? തന്റെ ഭക്ഷണം അദ്ദേഹവുമായി പങ്കുവെക്കാൻ കഴിയുമെങ്കിൽ പങ്കുവെച്ച് കഴിക്കണം. അല്ലെങ്കിൽ ഒരാൾക്കേ ഉള്ളുവെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കണം. എന്നിട്ട് ഗൃഹസ്ഥൻ എന്ത് ചെയ്തോളണം? വേറെ അന്നം ഉണ്ടാക്കി കഴിച്ചുകൊള്ളണം. ഇതാണ് നിയമം. അപ്പൊ ഇത്രയേറെ ഉജ്ജ്വലമായ ആശയം അന്നത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം. അപ്പൊ അവിടെ തന്നെ അന്നത്തിന്റെ കാര്യത്തിൽ അധികാരി ആരാണ്? അത് വിശക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് വസിഷ്ഠൻ എന്ത് ചെയ്യുന്നത്? അന്നം അപഹർത്തും യാതി, അനുവാദം ചോദിക്കാതെ തന്നെ അന്നമെടുക്കാൻ പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള പ്രാർത്ഥനയാണ് എങ്ങനെയുള്ള അന്നം തനിക്ക് ലഭ്യമാകണം. നമ്മുടെ ബാലസംസ്കൃതിയുടെ കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. അന്നത്തിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മുടെ കുട്ടികളോട് വളരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? അന്നം എങ്ങനെയായിരിക്കണം എന്ന് വേദം പറയുന്നു. എന്തായിരിക്കണം? അമീവഹ. അമീവ എന്ന് പറഞ്ഞാൽ രോഗം എന്ന അർത്ഥമാണ്. നമ്മളിന്ന് അമീബകൾ എന്ന് പറയാറുണ്ട്.
അമീവ എന്ന പദം രോഗം എന്ന അർത്ഥത്തിൽ ഋഗ്വേദത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പോ അവിടെ അമീവ അമീവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അമീവകളെ ഹനിക്കുന്നത്. ഇന്ദ്രനെ വൃത്രഹ എന്ന് പറഞ്ഞ പോലെ വൃത്രഹ ആയതെങ്ങനെയാണ്? വൃത്രനെ ഹനിച്ചവനായതുകൊണ്ട്. അതുപോലെയാണ് അമീവഹ, അമീവകളെ ഹനിക്കുന്നത്. രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അന്നമാണ് ലഭ്യമാകേണ്ടത്. അപ്പൊ അമീവഹ വാസ്തോഷ്പദേ വിശ്വാരൂപാണ്യാവിശൻ, സർവരൂപങ്ങളിലും ഉള്ളതായിക്കൊള്ളട്ടെ. ഇന്ന രൂപത്തിലെന്നില്ല. ചോറാകാം, കഞ്ഞിയാകാം, ഇഡലിയോ ദോശയോ എന്തുമാകാം. ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അതെങ്ങനെയായിരിക്കണം? രോഗത്തെ വരുത്തുന്നതാകാൻ പാടില്ല, രോഗവിനാശകം ആയിരിക്കണം. ഇന്ന് നമുക്ക് എങ്ങനെയാണ്? ഡോക്ടർമാർ നമ്മളോട് പറയും, ആ അന്നം കഴിക്കരുത്, ഈ അന്നം കഴിക്കരുത്, ഇത്ര കഴിക്കരുത്. എന്തെല്ലാം നിബന്ധനകളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്. എന്തുകൊണ്ടാണ്? അതെല്ലാം നമുക്ക് രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമീവഹ വാസ്തോഷ്പദേ വിശ്വരൂപാണ്യവിശൻ. വിശ്വം എന്നുള്ളതിന് എന്താർത്ഥം? എല്ലാം എന്നാണ് അർത്ഥം, അല്ലേ? വിശ്വേ പ്രജാഹ വിശ്വേ ദേവാഹ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതം നന്ദിമുഖം ശ്രാദ്ധം വിശ്വേഭ്യോ ദേവേഭ്യ. എല്ലാ ദേവന്മാർക്കുമായി ഞാനിതാ ഈ നന്ദിമുഖ ശ്രാദ്ധം ചെയ്യുന്നു. ഇപ്പൊ വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാഥൻ എന്നല്ല അർത്ഥം, സർവാധിനായകൻ എന്നാണ്. എല്ലാറ്റിൻ്റെയും നായകൻ എന്നാണ് അർത്ഥം, അല്ലാണ്ട് ലോകത്തിന്റെ അധിപൻ എന്നല്ല. അപ്പോ വിശ്വാരൂപാണി, എല്ലാ രൂപത്തിലും ആയിക്കൊള്ളട്ടെ. എന്താ പറയുക? ഏത് രൂപത്തിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ അത് എങ്ങനെയായിരിക്കണം? സഖാ സുശേവഹ ഏധി നഹ, നമുക്ക് സഖാവും. ഒന്ന് നമ്മൾ പറഞ്ഞു, ആദ്യം എന്താണ്? രോഗങ്ങളെ ഹനിക്കുന്നത്. പിന്നെ സഖാവായിരിക്കണം. സഖാവായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനം ഖ്യായതേ ഇതി സഖാ, നമ്മളോട് സഖീഭാവേന വർത്തിക്കും. സഖി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സഖാവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താർത്ഥം? നമുക്ക് തുല്യമായിട്ട്, സഖാവേ എന്ന് പറഞ്ഞാൽ തുല്യമായി, ഖ്യായതേ അറിയപ്പെടുന്നവനാണ് സഖാവ് എന്ന് പറയാം. അവിടെ ആരില്ല? അവിടെ ബോസുമില്ല, യജമാനനും ഭൃത്യനും ഇല്ല, അവിടെ മേലധികാരിയും കീഴുദ്യോഗസ്ഥനും ഇല്ല. എല്ലാവരും തുല്യർ എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്? സഖാ അല്ലെങ്കിൽ സഖി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ അന്നം എങ്ങനെയായിരിക്കണം? സഖീഭാവേന വർത്തിക്കണം, നമ്മളോട് സൗഹൃദത്തോടെ വർത്തിക്കണം. എന്താ സൗഹൃദത്തോടെ വർത്തിക്കുക? അന്നം കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരു വിധത്തിലുമുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചില അന്നം കഴിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ തികട്ടും, എന്നിട്ട് പറയും എന്താണ്? ആ അന്നം ഉച്ചയ്ക്ക് കഴിച്ച അന്നം ശരിയായില്ല, ഇതാ ഇങ്ങനെ പൊളിച്ചു തികട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരു അസ്വാസ്ഥ്യവും ഉണ്ടാകാത്ത, അഥവാ നമ്മളെ എന്താണ്, ചിലപ്പോ ചില അന്നം കഴിച്ചാൽ എന്താണ്, വലിയ ഒരു മത്ത് പിടിച്ച അവസ്ഥ ഉണ്ടാകും, മയക്കമുണ്ടാകും, ജോലി ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിപ്പോകും. ഇങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അന്നം നമ്മൾ കഴിച്ചാൽ എങ്ങനെയായിരിക്കണം? അത് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാതെ നമ്മളോട് സഖീഭാവേന വർത്തിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ സുശേവഹ, നമുക്ക് അനായാസമായി സേവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അന്നമായിരിക്കണം. സേവിക്കാൻ പറ്റാത്ത അന്നം എങ്ങനെയുള്ളതാണ്? രാജസമായ അന്നവും താമസമായ അന്നത്തെ കുറിച്ചൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പര്യുഷിതമായിട്ടുള്ള അന്നം, അല്ലെങ്കിൽ വളരെ ചൂട്, വല്ലാതെ ചൂട് ഉണ്ടാക്കുന്ന എരിവൊക്കെ ഉള്ളത്, അങ്ങനെയുള്ളതൊന്നും ആകാൻ പാടില്ല. നമുക്ക് അനായാസമായിട്ട് സേവിക്കാൻ പറ്റുന്ന അന്നമായിരിക്കണം. ഇങ്ങനെയുള്ള അന്നം എന്നിലേക്ക് വരട്ടെ എന്നാണ് ആര് പറയുന്നത്? എനിക്ക് ലഭ്യമാകട്ടെ എന്നാണ് ആര് പറയുന്നത്? വസിഷ്ഠൻ പറയുന്നത്. അതാണ് ഈ ആദ്യത്തെ ഈ മന്ത്രം. എന്താണ്? അപ്പോ അമീവഹ വാസ്തോഷ്പദേ, നാം മനസ്സിലിരിക്കും തോന്നുന്നു ഈ മന്ത്രം. അമീവഹ വാസ്തോഷ്പദേ
വിശ്വാരൂപാണ്യാവിശൻ സഖാ സുശേവ ഏതിനഹ. അങ്ങനെ അദ്ദേഹം അവിടെ പോയി അന്നം എടുത്ത് കഴിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ അന്നം എടുക്കാൻ ചെന്നപ്പോ ആദ്യം തന്നെ കാവൽക്കാര് തടഞ്ഞു. വരണം വലിയ ധനികനാണ്. അപ്പൊ അവിടെ ഗൃഹത്തിൽ ആരുണ്ട്? ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാവൽക്കാരുണ്ട്. കാവൽക്കാര് തടഞ്ഞു. കാവൽക്കാര് തടയുക മാത്രമല്ല, പട്ടി വസിഷ്ഠനെ കടിക്കാൻ വന്നു. പട്ടിയെ കണ്ടപ്പോ വസിഷ്ഠന് പേടി തോന്നി. വസിഷ്ഠൻ പട്ടിയെ നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ്, ഇരുതല മൂർച്ചയുള്ള വാട് പോലെയുള്ള പല്ലുകളാണ് പട്ടിയെ നോക്കുമ്പോ പട്ടിയുടെ വായില് കാണുന്നത്. അപ്പൊ വസിഷ്ഠൻ ഉടനെ തന്നെ പട്ടിയോടാണ് ആദ്യം പറയുന്നത്. എന്താണ്? യത് അർജുന സാരമേയ ദദ പിശങ്ക യച്ഛസേ വീവ ഭ്രാജന്തരിക്ഷയ ഉപസ്രക്വേഷു ബപ്സതോ നിഷുത്സ്വപ. നീ എന്നെ ബപ്സനായിരിക്കുന്നു, നീ എന്നെ കടിക്കാൻ വരുന്നവനാണ്. അല്ലയോ പട്ടി, നീ കടിക്കാൻ വരുന്ന നിന്നെ കാണുമ്പോ എന്താണ്, വളരെ ഭീകരമായിരിക്കുന്നു നിന്റെ ഈ അവസ്ഥ, അല്ലേ? നമ്മളാണെങ്കിലും പട്ടിയെ കടിക്കാൻ വരുന്ന പട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ പേടി തോന്നും. അപ്പൊ അതുപോലുള്ള പട്ടിയാണ് വരുന്നത്. എങ്ങനെയുള്ള പട്ടിയാണ്? അർജുനഹ പിശങ്കഹ. അർജുനൻ, അർജുനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുത്ത നിറം ഉള്ളത്, വെളുത്ത പട്ടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിശങ്കവർണ്ണവും ഉണ്ട്. പിശങ്കവർണ്ണം, പിശങ്കവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്കളവർണ്ണം. ഇടയ്ക്ക് അപ്പൊ നല്ല വെളുപ്പ് നിറമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? ഈ പിങ്കളവർണ്ണവും ഈ പട്ടിയുടെ ദേഹത്തിൽ ഉണ്ട്. അപ്പൊ അർജുന പിങ്കള പിശങ്ക സാരമേയ. സാരമേയമാണ് നീ. സാരമേയ എന്ന് പറഞ്ഞാൽ എന്താണ്? സരമയുടെ മകൻ. സാരമേയം, ശ്വാനൻ എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ശ്വാനന് സാരമേയനായി തീർന്നത്? സരമ എന്ന് പറയുന്നത് ദേവലോകത്തെ ഒരു പട്ടിയാണ്. ആ പട്ടിയുടെ സന്തതി പരമ്പരകളാണ് ഇത് ഭൂമിയിലുള്ള ശ്വാനന്മാര്. അതുകൊണ്ടാണ് ഇവയെ എന്ത് പറയുന്നത്? സാരമേയം, സരമയുടെ മകൻ. ഈ സരമയെ പറ്റി നമുക്കിനി അവസരം കിട്ടുമ്പോ അതിനെക്കുറിച്ച് പറയാം. സരമയെ പറ്റിയിട്ടുള്ള മന്ത്രമുണ്ട് ഋഗ്വേദത്തിൽ. നല്ല ഒന്നാന്തരം ഒരു ഉപദേശം നമുക്കെല്ലാം തരുന്ന ഒരു ശ്വാനമാണ് ആര്? ഈ സരമ. ശുനിയാണ് ഈ സരമ. നമ്മളൊക്കെ സരമയുടെ മുമ്പിൽ നമ്മൾ കുമ്പിട്ട് പോകും. സരമയുടെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ. ഒരിടത്ത് അവിടെ ഈ ബൃഹസ്പതിയുടെ പശുക്കളെ അസുരന്മാർ കട്ടുകൊണ്ടുപോയപ്പോ അത് കണ്ടുപിടിക്കാനായിട്ട് സരമയെയാണ് നിയോഗിച്ചത്. അപ്പോ കളവ് മുതൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടന്നാൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പട്ടിയെ നിയോഗിക്കുന്നത് നമ്മുടെ കണ്ടെത്തലല്ല. ഇത് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഋഗ്വേദത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു. അവിടെ ആ സരമ ചെയ്ത പ്രവൃത്തികൾ കണ്ടാൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് ഒരു അന്വേഷണ കമ്മീഷൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായി ഈ സരമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ. അപ്പോ ആ സരമയുടെ മകനാണ് നീ, സാരമേയ. അപ്പൊ നീ എന്ത് ചെയ്യില്ല? നീ ഒരിക്കലും അകാര്യങ്ങൾ ചെയ്യുകയില്ല. ചെയ്യാനുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യമേ നീ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നീ സരമയുടെ മകനല്ലേ. യത് അർജുന സാരമേയ, അല്ലയോ സാരമേയമേ. ദദഹ യച്ഛസേ, നീ എന്ത് ചെയ്യുന്നു? നീ പല്ലുകൾ ധരിക്കുന്നു. നിന്റെ കയ്യില്, നിന്റെ വായിൽ എന്തുണ്ട്? നല്ല പല്ലുകളുണ്ട്, മൂർച്ചയുള്ള പല്ലുകളുണ്ട്. എങ്ങനെയുള്ള പല്ലുകളാണ് നിന്റെ വായിലുള്ളത്? ഋഷ്ടയഹ ഇവ. ഋഷ്ടികൾ എന്ന് പറഞ്ഞാല് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുപോലെയുള്ള പല്ലുകളാണ് നിന്റെ കയ്യിൽ, നിന്റെ വായിൽ ഉള്ളത്. അവ വിശേഷേണ വിശേഷേണ ഭ്രാജന്തേ, വിശേഷമായി അവ ശോഭിക്കുകയാണ്. നല്ല തിളങ്ങുന്ന പല്ലുകളാണ് എവിടെയുള്ളത്? ഈ പട്ടിയുടെ വായിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ടൊരു കടി കിട്ടിയാൽ അങ്ങനെ മോശാവില്ല, വസിഷ്ഠൻ ബാക്കിയുണ്ടാവില്ല. അപ്പോ വീവ ഭ്രാജന്ത ഋഷ്ടയഹ ഉപസ്രക്വേഷു, നിന്റെ സ്രക്വങ്ങളിൽ എന്ന് പറഞ്ഞാൽ നിന്റെ എന്താണ്, മോണയില്, വായിക്കകത്ത്. ബപ്സദഹ, നീ എന്തിനാണ് വന്നിരിക്കുന്നത്? കടിക്കാൻ വന്നിരിക്കുന്ന നിന്റെ വായിൽ ഇങ്ങനെയുള്ള പല്ലുകൾ
പ്രകാശിക്കുന്നു. അത് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് നിഷുസ്വഭ, നീ പോയി ഉറങ്ങൂ എന്നാണ് പട്ടിയോട്. നീ പോയി ഉറങ്ങ, നീ ഇവിടെ നിന്നാൽ എനിക്ക് സമാധാനമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നീ ഇവിടെ നിന്നാല്, അല്ലേ? ഇനിയിപ്പോ കടിക്കില്ല എന്ന് ഒരാൾ വന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ വരണം തന്നെ വന്നിട്ട് പറയാണ് കടിക്കില്ല കേട്ടോ, പട്ടി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാലും എന്താവില്ല, സമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ പോയി ഉറങ്ങൂ എന്ന് പട്ടിയോട് പറയാം. അപ്പൊ എന്തായി? യത് അർജുന സാരമേയ ദദഹ, പല്ലുകളെ പിശങ്ക യച്ഛസേ, പിശങ്കവർണ്ണമുള്ളവനും അർജുനവർണ്ണമുള്ളവനുമായ അല്ലയോ സാരമേയമേ, നീ ഇരുതലമൂർച്ചയുള്ള വാളുകൾ പോലെ ശോഭിക്കുന്ന പല്ലുകൾ കൊണ്ടാണ് നീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പോയി ഉറങ്ങുക, എനിക്ക് ഭക്ഷണം കഴിക്കണം, അതുകൊണ്ട് നീ പോയി ഉറങ്ങുക. അപ്പൊ നീ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് സ്തേനം രായ സാരമേയ തസ്കരം വാ പുനഃസര സ്തോത്രീൻ ഇന്ദ്രസ്യ രായസി കിമസ്മന്തുച്ഛുനായസേ നിഷുസ്വഭ. വീണ്ടും നീ പോയി ഉറങ്ങൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീ വേറെ ചില കാര്യങ്ങൾ ചെയ്തോളൂ. എന്താണ് നിനക്ക് ചെയ്യാവുന്നത്? സ്തേനം രായ സാരമേയ, വീണ്ടും സാരമേയ, സരമേയുടെ പുത്രനായ ശ്വാനമേ, നീ സ്തേനം രായ, സ്തേനനെ പോയിട്ട് കടിച്ചുകൊള്ളൂ എന്ന് പറയാണ്. നിനക്ക് കടിക്കാറില്ല, നിനക്ക് അങ്ങനെ ചുമതല ഇല്ലാണ്ടൊന്നും വരില്ല, നിനക്ക് കടിക്കണം നിന്റെ ജോലി തന്നെയാണ്. പക്ഷെ നീ ആരെയാണ് കടിക്കേണ്ടത്? കൃത്യമായിട്ട് ആരെ കടിക്കണം എന്ന് നിർണയിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അല്ലാണ്ട് കണ്ടവരെയൊക്കെ കടിക്കലല്ല. കൃത്യമായിട്ട് ഒരു ചുമതല നിർവഹിക്കുമ്പോ എന്ത് വേണം? അത് കൃത്യമായിട്ട് അത് അർഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെയാണ് ഇത് പ്രയോഗിക്കേണ്ടത്. അപ്പൊ നീ സ്തേനം രായ, സ്തേനനെ ആക്രമിച്ചുകൊള്ളൂ എന്നാണ്. തസ്കരം വാ പുനഃസര, അല്ലയോ പുനഃസരമേ, തസ്കരം വാ. പട്ടിയെ രണ്ട് പേരോടെ വിളിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് സ്തേനം രായ സാരമേയ, സാരമേയമേ, സരമയുടെ മകനെ. സരമ ഋഷികയാണ്, വെറുമൊരു പട്ടിയാണ്, ഋഷികയാണ്. നമ്മൾ ഭാഗവതത്തിൽ പറയാറില്ലേ 24 ഗുരുക്കന്മാർ. 24 ഗുരുക്കന്മാർ എന്ന് പറയുമ്പോ എന്തല്ല, മനുഷ്യന് മാത്രമല്ല നമുക്ക് ഗുരുക്കന്മാര്, അല്ലേ? നമ്മുടെ വേട്ടാളന്മാര് നമുക്ക് എന്തായിട്ട് വരുന്നു? വേട്ടാളനും പ്രാവും ഒക്കെ നമുക്ക് എന്തായിട്ട് വരുന്നുണ്ട്? ഗുരുക്കന്മാര്. നമുക്ക് ഒരു പാഠം തരുന്നവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പോ പറയാണ്, നീ ആരാണ്? സരമയുടെ മകനാണ് നീ. അതുകൊണ്ട് പിന്നെന്താണ്? നീ പുനഃസരനാണ്. പുനഃസരഹ, പുനഃസരഹ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വീണ്ടും സരിക്കുന്നവൻ, വീണ്ടും വീണ്ടും നടക്കുന്നവൻ. പട്ടിയുടെ ഒരു ശീലമാണ്, അത് പോയ വഴി കൂടെ വീണ്ടും അത് നടക്കും. അപ്പൊ അത് പോയ ട്രാക്കൊക്കെ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോവാ, നമുക്കറിയാം. അതിനുള്ള മാർക്ക് ചെയ്യാനുള്ള ഉപാധികളൊക്കെ അതിനുണ്ട്. അപ്പൊ ആ പട്ടി എന്ത് ചെയ്യും? അത് പോയ വഴി കൂടെ തന്നെ വീണ്ടും വീണ്ടും വരും. അതുകൊണ്ടാണ് പട്ടിക്ക് പുനഃസരഹ എന്നൊരു പര്യായം ഉള്ളത്. അപ്പൊ ശ്വാനനാണ്, പിന്നെ ആരാണ്? ശുനകനാണ്, സാരമേയമാണ്, പുനഃസരനാണ്. അപ്പൊ പുനഃസര, വീണ്ടും വീണ്ടും നടക്കുന്നവനാണല്ലോ നീ. അപ്പൊ എന്താണ്? നീ പലരെയും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം? നീ സ്തേനനെ കടിച്ചുകൊള്ളുക, അല്ലെങ്കിൽ തസ്കരം വാ പുനഃസര, അല്ലയോ പുനഃസര, നീ തസ്കരനെയും കടിച്ചുകൊള്ളുക. അപ്പൊ ആരൊക്കെ കടിക്കാനാണ് പറഞ്ഞത്? സ്തേനനെ കടിക്കുക, തസ്കരനെയും നീ കടിച്ചുകൊള്ളുക. അപ്പൊ സ്തേനൻ ആരാണ്? സ്തേയം ചെയ്യുന്നവനാണ് സ്തേനൻ. തസ്കരൻ ആരാണ്? ചോരവൃത്തി ചെയ്യുന്നവൻ, തസ്കരന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ, കള്ളൻ എന്നർത്ഥം. അപ്പൊ സ്തേനനും കള്ളനും വ്യത്യസ്തമാണ് അത്രേ. എന്താണ് ഈ സ്തേനൻ? അത് വേദം നമുക്ക് തരുന്നൊരു ഉപദേശമാണ്. അവിടെ സ്തേനനും തസ്കരനും വേറെയാണ്. തസ്കരന്മാരാരാണെന്ന് നമുക്കൊക്കെ അറിയാം. വേദം പറയുന്നത് അനുസരിച്ചിട്ട് നമുക്കൊക്കെ ഈ പട്ടിയുടെ കയ്യിൽ നിന്ന് കടി കിട്ടാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളൊക്കെ സ്തേനന്റെ നിർവചനത്തിൽ വരും. എല്ലാവരും അല്ല കേട്ടോ, ഞാനൊക്കെ വരും, അതിൽ വരും. നിങ്ങളൊക്കെ വരിക, നിങ്ങൾ എന്താ അങ്ങനെ വരില്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. അതെന്താന്ന് വെച്ചാല്, അർഹതപ്പെടാത്ത വസ്തു പോയി ബലമായിട്ട് എടുക്കുന്നവനാണ് തസ്കരൻ.
അർഹതയില്ലാത്ത വസ്തു എന്താണ് അതിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ പോയിട്ട് എടുക്കുക. ഇപ്പൊ ഭവനഭേദനമൊക്കെ നടക്കുക, പോക്കറ്റടി നടത്തുക, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തസ്കര വൃത്തിയാണ്. സ്ഥേയം എന്ന് പറഞ്ഞാൽ നമുക്ക് അർഹതയില്ലാത്ത വസ്തു നാം പോയി എടുക്കാതെ തന്നെ നമ്മുടെ പക്കലുണ്ടാവുക, അത് നമ്മൾ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇരുന്നാൽ അതാണ്, ആ പ്രവൃത്തിയാണ് എന്ത്? സ്ഥേയം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അർഹതപ്പെട്ടതിൽ കൂടുതൽ ഒരാൾ നമുക്ക് തരാന്ന് വിചാരിക്കാം. അത് നമ്മൾ എടുത്തു വെച്ചാൽ, കൈപ്പറ്റിയാൽ എന്തായി? തിരിച്ചു കൊടുക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് സ്ഥേയം ചെയ്യുന്നവരായി തീർന്നു. ഞാനൊക്കെ പലപ്പോഴും അങ്ങനെ സ്ഥേയം ചെയ്യുന്നവരാകുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഈ മന്ത്രം നോക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അപ്പം തന്നെ തിരിച്ചു കൊടുക്കുക. അത് പലപ്പോഴേ ബസ്സിൽ കയറുമ്പോ ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ദിവസവും ബസ്സിൽ കയറി യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ചിലപ്പോ 50 രൂപയുടെ നോട്ടവും കൊടുത്തിട്ടുണ്ടാവാം. കണ്ടക്ടർ ചിലപ്പോ തന്ന് അല്ലേ 38 രൂപയുടെ ടിക്കറ്റ് തന്നിട്ട് 2 രൂപ തന്നു 40, പിന്നെ ഒരു 10 കൂടെ തന്ന് 50. ചിലപ്പോ അദ്ദേഹത്തിനൊരു ഓർമ്മ 100 തന്നിട്ടുണ്ടാവും, ഒരു 50 കൂടി എടുത്തു തരും. അപ്പോ 50ന്റെ ബാക്കിക്ക് അവകാശമുള്ള ഞാൻ 100ന്റെ ബാക്കി മേടിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുകയാണ്. ഓ, ഞാനിപ്പോ പോയി എടുത്തോന്നല്ലോ, ബലമായിട്ട് എടുത്തോന്നല്ലോ, അദ്ദേഹം തന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടു നടന്നാൽ ഞാൻ ആരാവും? ഞാൻ സ്ഥേയം ചെയ്യുന്നവരാവും. സ്ഥേയം ചെയ്യുന്നവരാണ് എന്ത് പേര്? സ്ഥേനൻ എന്ന് പേരുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ എടുക്കാതെ തന്നെ എൻ്റെ കൈവശം വന്നു ചേർന്നത് ഞാൻ മനസ്സിലാക്കിയിട്ട് അർഹതപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുക്കാതിരുന്നാൽ ഞാൻ ആരായി? ഞാൻ സ്ഥേനനായി. അപ്പോ എന്നെ കടിച്ചോളൂ എന്നാണ് വസിഷ്ഠൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കണക്കിന് നോക്കിയാൽ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ സ്ഥേനന്മാരാവുന്നു. മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് നാം അത് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്ഥേനന്മാർ ആകുന്നു എന്നാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോ നമ്മളിൽ മിക്കവരിലും അങ്ങനെ ഉണ്ടാകും. ഒന്നും വേണ്ട, നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ അല്ലെ ഒരു വാക്ക്, ഇപ്പൊ നമ്മുടെ ഭാര്യയോ ഭർത്താവോ എന്താണ് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്, നമുക്കൊന്ന് സാന്ത്വനിപ്പിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. നമ്മളാണ് അവിടെ ഒരു സാന്ത്വനം നൽകേണ്ടത്, നമ്മുടെ ചുമതലയാണ്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആരാണ്? സ്ഥേനന്മാരാണ്. കുട്ടികള് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, വേണ്ടേ? മാതാപിതാക്കന്മാരാണ് കുട്ടികള്, അവർക്ക് ജന്മം നൽകി സ്വന്തം സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളെ അനുസരിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾക്ക് ചുമതലയുണ്ട്. അത് കുട്ടികൾ ചെയ്യാതിരുന്നാൽ അല്ലെ, മാതാപിതാക്കന്മാർക്ക് അവർ അനുഭവിച്ച ക്ലേശങ്ങൾക്ക് ഭാഗികമായ പരിഹാരമാണ് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന പരിഗണനയും ബഹുമാനവും അനുസരണശീലവും ഒക്കെ അല്ലെ. ഭാഗ്യമാണ്, പാർഷ്യൽ കോമ്പൻസേഷനാണ്. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് അനുഭവിച്ചിട്ടുള്ള ക്ലേശങ്ങൾക്ക് ശങ്കരാചാര്യർ പറയുന്നുണ്ട് ഇല്ലേ, അമ്മയുടെ ആ ക്ലേശങ്ങൾക്ക് എത്ര വലിയ മകനും എത്ര മഹാനായ പുരുഷനും ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നിഷ്കൃതിയെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ അമ്മയെ ധിക്കരിച്ചാൽ അതെത്ര വലിയ അപരാധമാണ്. അപ്പോ അമ്മ സഹിച്ച ആ ക്ലേശങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമല്ല, പിന്നെന്താണ്? പാർഷ്യൽ കോമ്പൻസേഷൻ ആണ് കുട്ടികൾ അങ്ങോട്ട് കൊടുക്കുന്ന പരിഗണന. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ കുട്ടികൾ ആരായിരിക്കുന്നു? കുട്ടികൾ സ്ഥേയം ചെയ്യുന്നവരാകുന്നു, സ്ഥേനന്മാരാകുന്നു. മാതാപിതാക്കന്മാർക്ക് അർഹതപ്പെട്ടത് കൈവശമുണ്ടായിട്ടും അത് കൊടുക്കാതിരിക്കുന്നവർ. അപ്പൊ ഈ 2 കൂട്ടരെയും കടിച്ചുകൊള്ളാനാണ് ആര് പറഞ്ഞത്? വസിഷ്ഠൻ പറഞ്ഞത്. സ്ഥേനം രായ സാരമേയ തസ്കരം വാ പുനഃസര. ഇപ്പോ നീ ചെയ്യുന്നത് എന്താണ്?
സ്തോതൃൻ ഇന്ദ്രസ്യ രായസി. ഇപ്പോൾ നീ ഇന്ദ്രസ്യ സ്തോതൃൻ, സ്തോതാക്കളെ, ഇന്ദ്രനെ സ്തുതിക്കുന്നവരെയാണ് നീ ഇപ്പോൾ രായസി, നീ ഇപ്പൊ ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. ഈശ്വരസ്തുതി ചെയ്യുന്നവനെയാണ് നീ ഇപ്പോൾ നീ ഇപ്പോൾ ആക്രമിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? കിം അസ്മന്തുച്ഛുനായസേ, എന്തിനാണ് അസ്മന്തുച്ഛുനായസേ, നമ്മെ നീ എന്തിനാണ് ആക്രമിക്കുന്നത്? നിഷുസ്വപ, നീ പോയി ഉറങ്ങുക. എങ്ങനെയാണ് വസിഷ്ഠൻ ഈശ്വരസ്തുതി ചെയ്യുന്നവനായത്? അത് വേദം വീണ്ടും നമുക്ക് തരുന്ന ഒരു കാഴ്ചപ്പാടാണ്. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ് അത്. അതുകൊണ്ടാണ് ഇതിൽ കുട്ടികളും കൂടെ ഉൾപ്പെടുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തന്നെ ഇന്ന് എടുത്തത്, ഇതാവട്ടെ എന്ന് വിചാരിച്ചത്. കാരണം എന്താണ്? എങ്ങനെയാണ് വസിഷ്ഠൻ ആരായത്? ഇന്ദ്രസ്തുതി, ദൈവസ്തുതി ചെയ്യുന്നവനായത്. വസിഷ്ഠൻ തപസ്സനുഷ്ഠിക്കുന്ന ആളാണ്, യജ്ഞങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇതൊന്നുമല്ല, ഇവിടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ വസിഷ്ഠൻ ആരാണ്? ഈശ്വരസ്തുതി ചെയ്യുന്നവനാണ് എന്നാണ് വീണ്ടും വേദം ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ. ഇന്ന് കുട്ടികൾക്ക് വസിഷ്ഠൻ എന്താണ് ചെയ്യുന്നത്? പ്രാണൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ വസിഷ്ഠന്റെ സംരംഭം എന്തിനുള്ളതാണ്? പ്രാണൻ നിലനിർത്തുന്നതിനുള്ളതാണ്. പ്രാണൻ നിലനിർത്തുന്നത് ഈശ്വരസ്തുതിയാണ്, ഈശ്വരനാണ്, അല്ലെ? ദൈവികമായ ദാനമാണ് ഈ പ്രാണൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പ്രാണനെ നമ്മൾ നശിപ്പിച്ചാൽ അതിൻ്റെ ദാതാവിനെയാണ് നമ്മൾ ധിക്കരിക്കുന്നത്. അപ്പൊ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? നിസ്സാര കാരണങ്ങൾക്ക് വരെ പോയി ആത്മഹത്യ ചെയ്യാറുണ്ട്. അതെന്താണ്? അത് ഈശ്വര നിന്ദയാണ്, അല്ലെ? നമുക്ക് കിട്ടിയ ദാനം നാം സൂക്ഷിച്ചു വെക്കാതെ നശിപ്പിച്ചാൽ ദാതാവിനെ നമ്മൾ, അത് തന്ന ആളെ നാം അഥവാ തന്ന ശക്തിയെ നാം ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും, അല്ലേ? നമ്മൾ പലപ്പോഴും പലർക്കും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, പാരിതോഷികങ്ങൾ. സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരാളെ മാനിച്ചുകൊണ്ട് നാം കൊടുക്കുന്നതാണ് സമ്യക് മാനം, സമ്മാനം, ഒരാളെ മാനിക്കാൻ കൊടുക്കുന്നത്. പാരിതോഷികം എന്ന് പറഞ്ഞാൽ ഒരാളെ പരിതോഷിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് പാരിതോഷികം. ഒരാൾക്ക് ബഹുമാനപൂർവകം അദ്ദേഹത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്നതാണ് പുരസ്കാരം. മുന്നിൽ കൊണ്ടുപോയി വെക്കുക, സമർപ്പിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പാരിതോഷികങ്ങളും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു കുട്ടിക്ക് അവന്റെ ജന്മദിനം പ്രമാണിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തു. അവരത് ഒരു സാധനത്തെ തന്നിട്ടില്ലതേ എന്നിവിടെ ഒറ്റ ഇറങ്ങെറിഞ്ഞു. എന്തായി? കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നലായി, അല്ലേ? കൊടുത്ത ആള് അപമാനിക്കപ്പെട്ടു. നേരെ മറിച്ച് ആ കുട്ടി അത് കൊണ്ടു നടക്കുകയാണ്, അല്ലെ? നമ്മൾ അവന് കൊടുത്ത് എന്താണ് നമ്മൾ അവന് കൊടുത്തത്? അവന് നല്ല പെയിന്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു നിറമുള്ള പെൻസിലാണ് നമ്മൾ അവന് കൊടുത്തത്, അല്ലെ? അല്ലെങ്കിൽ ഒരു പേന, കളർ പെൻസിലൊക്കെ ആണെന്ന് വിചാരിച്ചു. അത് അവൻ കൊണ്ടുവയ്ക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. പിന്നീട് നമ്മൾ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അതിന്റെ ഭിത്തിയിൽ മുഴുവൻ ഇതുകൊണ്ട് വരച്ചിട്ടുണ്ട്, അല്ലെ? ഇതെന്തായി കാണുന്നത് ഈ ഭിത്തിയിലൊക്കെ? ഒന്നും പറയണ്ട, എന്റെ ഉണ്ണിമാമ തന്നതാണെന്നും പറഞ്ഞ് അതും കൊണ്ടാ ഉറങ്ങണത് വരെ. നേരം വെളുത്താ പിന്നെ ഇതാണ് ഇതിന്റെ പണി. കൊടുത്ത ആൾക്ക് എന്തായി? സന്തോഷമായി. താൻ കൊടുത്തത് കുട്ടി എന്ത് ചെയ്യുന്നു? വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല, അഥവാ അതിനെ കുട്ടി അത്ര ബഹുമാനിക്കുന്നു. നമ്മുടെ പ്രാണൻ ദൈവികമായ ദാനമാണ്. ആ ദാനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നാം വലിച്ചെറിഞ്ഞാൽ അത് നമുക്ക് നൽകിയ ഈശ്വരശക്തിയെ നമ്മൾ ധിക്കരിക്കലാണ്. കുട്ടികൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നിസ്സാര കാരണങ്ങൾക്ക് ആത്മഹത്യ ഒരു പരിഹാരം, പ്രതിവിധിയായി കാണുന്ന കുട്ടികളുടെ എണ്ണം ആശങ്കാജനകമാം വിധം വർദ്ധിച്ചു വരുന്നു. ഇത് കുട്ടികൾ ഓർക്കണം. മക്കളെ, നിങ്ങളെ എത്രയോ വിഷമിച്ചാണ്, എത്രയോ പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കടുങ്കൈയുടെ പേരിൽ ഹൃദയം പൊട്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാർ കരയുന്ന ആ രംഗം നിങ്ങൾ മനസ്സിലൊന്ന് കാണണം.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ധിക്കാരവും അവരോട് പ്രവർത്തിക്കാൻ തോന്നില്ല. അപ്പൊ വസിഷ്ഠം പറയുന്നു, സ്തോത്രീനിന്ദ്രസ്യരായസി, ഞാൻ ഇന്ദ്രസ്തുതിയാണ് ചെയ്യുന്നത്. പ്രാണനെ നിലനിർത്താനുള്ള എന്നെ സംരംഭം ഈശ്വരസ്തുതിയാണ്. അതുകൊണ്ട് ഈശ്വരസ്തുതി ചെയ്യുന്നവനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉപദ്രവിക്കാൻ പാടില്ല. നീ പോയി നിഷുസ്വപ, നീ പോയി ഉറങ്ങുക. ഇതാണ് അടുത്ത മന്ത്രം. അപ്പോ സ്തേനം രായ സാരമേയ തസ്കരം വാ പുനഃസര സ്തോത്രീനിന്ദ്രസ്യരായസി കിമസ്മന്തുച്ഛുനായസേ നിഷുസ്വപ, നീ പോയി. ഇനി പറയാണ്, അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ, ഇനി പോയിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ കടിക്കാൻ കളനെ കിട്ടിയില്ലെങ്കിലോ, തസ്കരനെ ഒന്നും കിട്ടിയില്ലെങ്കിലോ, അപ്പൊ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നീ പോയിട്ട് വേറൊരു ഇത് ചെയ്തോ. പല പല ഓപ്ഷനാണ് കൊടുക്കുന്നത്. ത്വം സൂകരസ്യ ദർദ്രിഹി തവ ദർദർത്തു സൂകരഃ സ്തോത്രീനിന്ദ്രസ്യ രായസി കിമസ്മന്തുച്ഛുനായസേ നിഷുസ്വപ. പകുതി ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. സ്തോത്രീൻ ഇന്ദ്രസ്യ രായസി കിമസ്മന്തുച്ഛുനായസേ, എന്തിന് നമ്മളെ നീ കടിക്കുന്നു, നീ പോയി ഉറങ്ങുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ത്വം സൂകരസ്യ ദർദ്രിഹി, നീ പോയി സൂകരത്തെ ഉപദ്രവിച്ചുകൊള്ള, നീ പോയി പന്നിയെ കടിച്ചുകൊള്ളുക. തവ ദർദർത്തു സൂകരഃ, പന്നി നിന്നെയും കടിച്ചുകൊള്ളട്ടെ. എന്ത് നല്ല വിദ്യയാണല്ലേ. നീ പോയി പന്നിയെ കടിക്കുക, പന്നി നിന്നെയും കടിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇതല്ലെങ്കിൽ നീ എന്ത് നിന്റെ വർഗ സ്വഭാവം കാണിച്ചു നടക്കുക. പട്ടി പന്നിയെ കടിക്കുന്നു, പന്നി പട്ടിയെ കടിക്കുന്നു. അപ്പൊ ഈ അകാര്യം ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അല്ലെങ്കിൽ അവനവന്റെ കർത്തവ്യം കൃത്യമായ രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയ പണി എന്താണ്? അവനവന്റെ വർഗ സ്വഭാവം കാണിച്ചാൽ കൊണ്ട് നടക്കുക. പരസ്പരം കടി കൂടി പന്നിയും പട്ടിയും ഒക്കെ കൂടി കടി കൂടി അങ്ങോട്ട് നടക്കുക. അത് ചെയ്തോളൂ നീ, എന്നാലും കുഴപ്പമില്ല. അതും എന്താണ്? ഇതിനേക്കാൾ അഭികാമ്യമാണ് ആ പ്രവൃത്തി. ത്വം സൂകരസ്യ ദർദ്രിഹി, നീ പോയി പന്നിയെ കടിച്ചു കൊള്ളുക. സൂകരം പന്നി. തവ ദർദർത്ത് സൂകരഃ, സൂകരം നിന്നെയും കടിച്ചു കൊള്ളട്ടെ. തവ ഷഷ്ടിയാണെങ്കിലും എന്തർത്ഥത്തിലാണ്? ദ്വിതീയയുടെ അർത്ഥത്തിലാണെന്ന് പ്രയോഗിക്കുന്നത്, കർമ്മത്തിന്റെ അർത്ഥത്തിലാണ് ഷഷ്ടി അവിടെ പ്രയോഗിക്കുന്നത് അല്ലേ. രോഗത്തിന്റെ ശമനം എന്ന് പറഞ്ഞാൽ എന്താ? രോഗത്തിന്റെ ഷഷ്ടിയല്ലേ. രോഗത്തിന്റെ ശമനം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗത്തെ ശമിപ്പിക്കലല്ലേ. അതുപോലെയാണ് ഇവിടെ സൂകരസ്യ ദർദ്രിഹി, ഷഷ്ടിയാണെങ്കിലും നീ പോയി സൂകരത്തെ കടിച്ചുകൊള്ളൂ എന്നാണ് അർത്ഥം. തവ ദർദർത്ത് സൂകരഃ, പന്നി നിന്നെയും കടിച്ചു കൊള്ളട്ടെ. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യാ? കടി കൂടിക്കൊണ്ട് നടന്നുകൊള്ളൂ. ഈ വേദത്തിലും എന്തുണ്ട്? ചില സ്ഥലത്ത് നല്ല തമാശയൊക്കെ വേദത്തിലും പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാർന്ന എന്താണ് ദുർഗ്രഹങ്ങളായ കുറെ മന്ത്രങ്ങളുടെ സമാഹാരമാണെന്ന് നമ്മളൊക്കെ വിചാരിക്കാറ്. അങ്ങനെയൊന്നല്ല. വേദം എന്താണ്? നല്ല നല്ല സാഹിത്യ ഭംഗി തുളുമ്പുന്ന പല ഭാഗങ്ങളും വേദത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ അല്പം തമാശ കലർത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. ചില ഭാഗങ്ങൾ, ചിലത് പാടില്ല എന്ന് പറയല്ല, ചിലത് തമാശയാക്കിയിട്ട് പറയാണ്. അപ്പൊ വേദത്തിൽ അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗീതയിലൊക്കെ കാണുന്നില്ലേ? ഗീതയിലും കാണാം, ചിലടത്ത് ചില കളിയാക്കല് ഗീതയിലും കാണാം അല്ലെ. ഭഗവത്ഗീതയില് ഭഗവത്ഗീതയിൽ കളിയാക്കലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും നോക്കിയാൽ അതിന് കാണാൻ പറ്റും അല്ലെ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ആചാര്യ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യൻ അങ്ങയ്ക്കെതിരെ വ്യൂഹരചന ചെയ്തിട്ടുള്ള എന്താണ് ഈ ചമുവിനെ അങ്ങ് നോക്കൂ. ആചാര്യ എന്ന് അവിടെ വിളിക്കുക. ആചാര്യൻ ആരാണ്? ആചാരാൻഗ്രഹേതി ആചിനോന്തി അർത്ഥാൻ അല്ലെ. ആചാരങ്ങളെ ഗ്രഹിപ്പിക്കുകയും അർത്ഥങ്ങൾ എന്താണ് കുട്ടികളെ കൊണ്ട് സംഭരിപ്പിക്കുകയും പ്രാപിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ആചാര്യൻ. അപ്പൊ ആചാര്യ എന്ന് വിളിച്ചിട്ട് അങ്ങയുടെ ശിഷ്യൻ അങ്ങയ്ക്കെതിരെ വ്യൂഹരചന ചെയ്ത ഈ ചമു, ഈ സേനയെ നോക്കൂ എന്ന് പറയുമ്പോ എന്താണ്? എന്താ ആചാര്യൻ അവിടുന്ന് എന്ത് ആചാരമാണ് അങ്ങന്ന് പഠിപ്പിച്ചതെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ചെറിയൊരു കളിയാക്കൽ അവിടെ ഉണ്ട്, നന്നായിട്ടുണ്ട്. കളിയാക്കൽ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും ചില സന്ദർഭങ്ങളിലൊക്കെ കാണാം. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അല്ലേ. കൃഷ്ണനോട് അർജുൻ എന്താണ് പറയുന്നത്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത
അച്യുത, ഈ രണ്ട് സേനയുടെ മധ്യത്തിൽ എന്റെ രഥം ഒന്ന് നിർത്തൂ. യാവതേതാൻ നിരീക്ഷേഹം യുദ്ധകാമാൻ അവസ്ഥിതാൻ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയചികീർഷവ എന്ന് പറയുന്നുണ്ട്. ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രനെ യുദ്ധത്തിൽ പ്രിയം ചെയ്യുവാൻ വന്നിട്ടുള്ള ഈ വീരന്മാരെ ഞാനത് കാണട്ടെ. കണ്ടാ ഞാൻ എന്താണ് ഇപ്പൊ ശരിയാക്കി ഞാൻ എല്ലാറ്റിനെയും ഒന്ന് കാണട്ടെ എന്നാണ്. കൃഷ്ണൻ എവിടെയാണ് കൊണ്ടു നിർത്തിയത് അല്ലെ? ഇത്രയും ഈ അക്ഷൗഹിണി സേനകളൊക്കെ ഇത്രയേറെ ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ നിരന്നു നിൽക്കുന്നതിനിടയ്ക്ക് കൃഷ്ണൻ കൊണ്ടുപോയിട്ട് രഥം നിർത്തിയത് എവിടെയാണ്? ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിലാണ് കൊണ്ടുപോയിട്ട് നിർത്തിയത്. എന്നിട്ട് പാർത്ഥനോട് പറഞ്ഞു, പശ്യ അല്ലെ, ഉവാച പാർത്ഥ പശ്യതാൻ സമവേദാൻ കുരുനിധി. പാർത്ഥ, നീ പറഞ്ഞ പോലെ ഞാൻ നിർത്തിയിരിക്കുന്നു. ദാ ഇവരൊക്കെ കണ്ടോളൂ. നീ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാറ്റിനും ഞാൻ ഒറ്റ വലിക്ക് ഞാൻ മൂക്കി കയറ്റുന്നല്ലേ പറഞ്ഞത്. ദാ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആരാണ്? ദാ നിന്റെ പിതാമകൻ, ഭീഷ്മ പിതാമകനാണ് ഒരാള് നിൽക്കുന്നത്. അർജുന, നീ വലിയ വീര്യ നദിയാണ്. നീ വീര്യത്തിന്റെ കൂലങ്കഷമായി പ്രവഹിക്കുന്ന തീരം തല്ലി ഒഴുകുന്ന നദിയാണ് നീ, യുദ്ധവീര്യത്തിന്റെ അല്ലേ. ദാ ഇവരെ കണ്ടോളൂ, ഈ രണ്ടുപേരെ കണ്ടോളൂ. നീ ഭീഷ്മ പിതാമകനെയും പിന്നെ ദ്രോണാചാര്യനെയും. നീ വലിയ വീര്യനദിയാണ്. ആ വീര്യനദിയുടെ രണ്ട് കൂലങ്ങളാണ് ഇത് ഭീഷ്മരും ദ്രോണരും അല്ലേ. നീ ആരാണ്? നീ ഒരു കൗരവനാണ്. കൗരവൻ തന്നെയല്ലേ? കൗരവനാണ് അല്ലേ? വല്യച്ഛന്റെയും ഇളയച്ഛന്റെയും മക്കൾ രണ്ടു കുലം എന്നല്ല, ഒറ്റ കുലമാണ്. കൗരവൻ തന്നെയാണ്. അപ്പൊ നീ കൗരവനാണെങ്കിൽ നിന്റെ കുലകൂടസ്ഥനായിട്ടുള്ള ഭീഷ്മ പിതാമകനുമായി നിൽക്കുന്നത്, നീ എത്ര വീര്യം കൂടിയാലും ആ ഒരു തീരത്തെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിനക്ക് കൂലം കഷമായിട്ട്, കൂലത്തെ കഷം ചെയ്യാന്ന് പറഞ്ഞാൽ ഭേദിക്കുക, ആ കൂലം നിനക്ക് ഭേദിക്കാനൊന്നും പറ്റില്ല. പിന്നെ നീ വലിയ വില്ലാളി വീരനാണ്. അത് നിന്നെ ആക്കിയത് ആരാണ്? ഈ ദ്രോണാചാര്യനാണ്. അപ്പോ അർജുനനാകുന്ന ആ നദിയുടെ രണ്ട് കൂലങ്ങളാണിത്. ഇതൊന്ന് തകർത്ത് നീ പോവാ. ഇതാണ് കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ എന്തുണ്ട്? ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാൻ കുരുനിധി. അർജുന, നീ കണ്ടോളൂ എന്ന് പറയുന്നിടത്ത് കൃഷ്ണനും എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയൊരു കളിയാക്കൽ അർജുനനെ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വേദത്തിലും. അപ്പോ വേദം എന്താണ്? രണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് വേദം പറയുന്നില്ല. പക്ഷെ അവിടെ വേദം ഒരിടത്ത് പറയുന്നുണ്ട്, ദാ ആ കാള വലിച്ചു കൊണ്ടുവരുന്ന വണ്ടി കണ്ടോ? കാളവണ്ടിയായി എന്ത് കൊണ്ടുവരുന്നതാണ്? സോമരത കൊണ്ടുവരുന്നതാണ് ആ വണ്ടി. അതിലെ ആ കാള നുകത്തിന്റെ രണ്ട് കുറ്റികൾക്ക് ഉള്ളിൽ വീർപ്പ് മുട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ഇങ്ങനെ ആ കാള ആ പീ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇതാ വരുന്നു. എന്തുപോലെയാണ്? ദ്വിജാനിഹി ഇവ, രണ്ട് ഭാര്യമാരുള്ളവൻ വീട്ടിൽ നടക്കുന്നത് പോലെ. അങ്ങോട്ടും നടക്കാൻ വയ്യ, ഇങ്ങോട്ടും നോക്കാൻ വയ്യ. അങ്ങനെ ആ കാള വലിച്ചു കൊണ്ടുവരുന്ന രഥം, വണ്ടി എന്ന് ആര് പറയുന്നുണ്ട്? വേദം പറയുന്നുണ്ട്. അപ്പൊ വേദത്തിൽ എന്താണ്? അത്യാവശ്യ തമാശകൾ വേദത്തിലും ഉണ്ട് അല്ലേ? ചില കളിയാക്കലുകളൊക്കെ വേദത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ എന്താണ് ഇപ്പൊ പറഞ്ഞത്? നീ സൂകരത്തെ പോയി കടിക്കുക, സൂകരൻ നിന്നെയും കടിച്ചു കൊള്ളട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ രസമാണല്ലോ. ഇവൻ പോയി, പട്ടി പോയി സൂകരത്തെ കടിക്കുക, സൂകരം ഇയാളെ കടിക്കുക. കാണുന്നത് നമുക്ക് നല്ല രസം. ടിക്കറ്റ് എടുക്കാണ്ട് കളി കാണാൻ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നീ ഇന്ദ്രന്റെ സ്തോതാവിനെ കടിക്കാതെ നീ പോയി, അല്ലെങ്കിൽ നീ പോയി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയാണ്. ഇനി പട്ടി മാത്രമല്ല, ഇത് ആരും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഈ അന്നം ഇവിടെ ഉള്ളത് വിശക്കുന്നവൻ എടുത്ത് കഴിക്കുന്നതിന് തടയാൻ ആരും നോക്കേണ്ടതില്ല. സസ്തു മാതാ സസ്തു പിതാ സസ്തു ശ്വാ സസ്തു വിഷ്പതിഹി സസന്തു സർവേ ജ്ഞാതയഃ സസ്ത്വയം അഭിതോ ജനഃ. സസ്തു മാതാ, ഈ വീട്ടിലെ അമ്മ ഉറങ്ങിക്കൊള്ളട്ടെ. അമ്മ ഇതിനെ കാവലിരിക്കേണ്ട ആവശ്യം ഇല്ല. സസ്തു മാതാ സസ്തു പിതാ, പിതാവും ഉറങ്ങിക്കൊള്ളട്ടെ. പിതാവും ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. സസ്തു ശ്വാ, പട്ടിയും ഉറങ്ങിക്കൊള്ളട്ടെ. സസ്തു വിഷ്പതിഹി, ഇതിന്റെയൊക്കെ അധിപനായിട്ടുള്ള വരുണനും ഉറങ്ങിക്കൊള്ളട്ടെ. എല്ലാവരും ഉറങ്ങിക്കൊള്ളട്ടെ. ആരും ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ല. മാതാവ് ഉറങ്ങിക്കൊള്ളട്ടെ, പിതാവ് ഉറങ്ങിക്കൊള്ളട്ടെ, പട്ടി ഉറങ്ങിക്കൊള്ളട്ടെ. എന്താണ്? വാസ്തുവിന്റെ അധിപനായിട്ടുള്ള വരുണനും ഉറങ്ങിക്കൊള്ളട്ടെ. സസന്തു സർവേ ജ്ഞാതയ, ഇനി ഇവിടെ ജ്ഞാതികൾ ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാവും.
സുഹൃത്തുക്കളും ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഉറങ്ങിക്കൊള്ളട്ടെ. സസന്തു സർവേ ജ്ഞാതയ സസ്ത്വയം അഭിതോ ജനഃ. അഭിത ചുറ്റിലും. ഇനി ഇവിടെ ചുറ്റിലുമുള്ള ജനങ്ങളും ഉറങ്ങിക്കൊള്ളട്ടെ. എല്ലാവരും ഉറങ്ങിക്കൊള്ളട്ടെ. ആരും ഇതൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്? ഇവിടെ പാടില്ലാത്തതായി യാതൊന്നും നടക്കുന്നില്ല. അന്നത്തിന് അവകാശപ്പെട്ടവൻ പ്രാണനെ നിലനിർത്തുക എന്ന ഈശ്വരസ്തുതി ചെയ്യുന്നതിന് വേണ്ടി അന്നം എടുത്ത് കഴിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അന്നത്തിന്റെ ഏറ്റവും ശരിയായ പാത്രത്തിൽ എത്തുമ്പോഴാണ് അതെന്തായിത്തീരുന്നത്? അത് മഹത്വമുള്ളതായി തീരുന്നത്, അല്ലേ? പാത്രത ഇല്ലാത്തടത്ത് ചെല്ലുമ്പോഴല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്താണ്? സസ്തു മാതാ സസ്തു പിതാ സസ്തുശ്വ സസ്തു വിഷ്പതിഹി സസന്തു സർവേ ജ്ഞാതയഃ സസ്ത്വയം അഭിതോ ജനഃ. ഇനി അങ്ങനെ മാത്രമല്ല, യ ആസ്തേ യശ്ചരതി യശ്ച പശ്യതി നോ ജനഃ തേഷാം സംഹന്മോ അക്ഷാണി യഥേദം ഹർമ്മ്യം തഥാ. അതിനു പുറമെ യ ആസ്തേ, ഇനി ഇവിടെ യഹ ആസ്തേ, ആരാണോ ഇവിടെ ഇരിക്കുന്നത് ആ ഇരിക്കുന്നവർ ഉറങ്ങിക്കൊള്ളട്ടെ. യസ് ആസ്തേ യസ് ചരതി, ഇനി ആരാണ് ഇവിടെ നടക്കുന്നത്? നടക്കുന്നവരും ഉറങ്ങിക്കൊള്ളട്ടെ. എല്ലാം ചുറ്റി നടന്ന് ഇങ്ങനെ നോക്കുന്നവരുണ്ട്, അവരും ഉറങ്ങട്ടെ. ഇരിക്കുന്നവർ ഉറങ്ങിക്കൊള്ളട്ടെ, നടക്കുന്നവരും ഉറങ്ങിക്കൊള്ളട്ടെ. യശ്ച പശ്യതി നോ ജനഃ നഹ അസ്മാൻ, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും ഉറങ്ങിക്കൊള്ളട്ടെ. തേഷാം സംഹന്മോ അക്ഷീണി, അവരുടെ എല്ലാം കണ്ണുകളെ ഞാൻ സംഹരിക്കുന്നു, അടയ്ക്കുന്നു. അവരുടെ എല്ലാം കണ്ണുകളെ ഞാനിതാ അടയ്ക്കുന്നു. എല്ലാവരും ഉറങ്ങുക, ഉറങ്ങാനായിട്ടാണ്. എല്ലാവരുടെയും കണ്ണുകളെ ഞാൻ യഥേദം ഹർമ്മ്യം തഥാ, ഈ ഹർമ്മ്യത്തെ പോലെ, ഈ ഭവനം, ഈ വീടുണ്ടല്ലോ, ഈ ഹർമ്മ്യം ഇതെന്താണ്? എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് യാതൊന്നും മിണ്ടാതെ കണ്ണുമടച്ചു നിൽക്കുന്ന ഈ ഹർമ്മ്യം പോലെ എല്ലാവരും ശാന്തമായി ഉറങ്ങിക്കൊള്ളട്ടെ. ആരും എന്ത് ചെയ്യണ്ട, ആർക്കും ഇവിടെ പ്രത്യേകമായ ചുമതലകൾ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇനി ഞാൻ എല്ലാവരുടെയും കണ്ണിനെ അടയ്ക്കാൻ പോവാണ്. നിങ്ങളുടെ എല്ലാം കണ്ണ് ഞാൻ അടയ്ക്കാൻ പോവാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഏത് വിധത്തിലാണ് എല്ലാവരുടെയും കണ്ണ് ഞാൻ അടയ്ക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെ കണ്ണടയ്ക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? സഹസ്രശൃംഗോ വൃഷഭോ യത് സമുദ്രാദുദാചരത് തേന അസഹ്യേനാവയം നിജനാൻ സ്വാപയാമസി. അവരെ കൊണ്ട് എങ്ങനെയാണ്? സഹസ്രശൃംഗോ വൃഷഭ. സഹസ്രശൃംഗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1000 ശൃംഗങ്ങളോട് കൂടിയ വൃഷഭം. വൃഷഭം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാള എന്നാണ് അർത്ഥം. 1000കണക്കിന് കൊമ്പുകളുള്ള കാള. യസ് സമുദ്രാദുദാചരത്, സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ കാള. സമുദ്രത്തിൽ ഏതാണ്? ഈ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന 1000 ശൃംഗങ്ങളുള്ള കാള ഏതാണ്? സൂര്യനാണ്, അല്ലെ? സൂര്യനാണ്. സൂര്യനാണ് കണ്ണിന്റെ ദേവൻ. കണ്ണുകളുടെ ദേവതയാണ് സൂര്യൻ, അല്ലെ? കണ്ണുകള് എങ്ങനെയാണ് സൂര്യൻ, അല്ലെ? നമ്മള് ഈ മരിച്ചു കഴിഞ്ഞാല് പ്രേതം അഗ്നിയിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ പറയാറുണ്ട്, എന്താണ്? സൂര്യം ചക്ഷുർ ഗച്ഛതു വാദമാത്മാ ദ്യാം ച ഗച്ഛ പൃഥിവീം ച ധർമ്മണ. ഇടല്ലേ? ആപോവ ഗച്ഛ യദി തത്ര തേ ഹിതം ഓഷധിഷു പ്രതിഷ്ഠ ശരീരൈഹി. നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ആൾക്ക് മോക്ഷം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതിനൊക്കെ നിയാമകമായിട്ടുള്ള എന്താണ്? ആളുടെ കർമ്മങ്ങളാണ്, അല്ലെ? കർമ്മങ്ങളാണ് എല്ലാറ്റിനും നിയാമകമായിട്ടുള്ളത്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? സൂര്യം ചക്ഷുർ ഗച്ഛതു വാദമാത്മാ ദ്യാം ച ഗച്ഛ പൃഥിവീം ച ധർമ്മണ ആപോ വാ ഗച്ഛ യദി തത്ര തേ ഹിതം ഓഷധിഷു പ്രതിഷ്ഠ ശരീരൈഹി. സൂര്യൻ, നമ്മുടെ ചക്ഷുസ് സൂര്യനെ തന്നെ പ്രാപിക്കട്ടെ. അതായത് സൂര്യൻ ഓരോന്നിന്റെയും ദേവതയിൽ തന്നെ ചെല്ലട്ടെ. വാദമാത്മാ, ആത്മാവ് വാദത്തിൽ ചെല്ലട്ടെ. ഇങ്ങനെ ഓരോന്നിനും അതതിന്റെ സ്ഥാനങ്ങളിൽ ചെല്ലട്ടെ. പിന്നെ നമ്മുടെ ആത്മാവ്
നമ്മുടെ കർമ്മങ്ങൾക്കനുസൃതമായി ജലത്തിലോ ഭൂമിയിലോ അല്ലെങ്കിൽ പിതൃലോകാദികളിലോ അർഹതപ്പെട്ട സ്ഥാനം ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിതയിൽ വെച്ചുകൊണ്ട് ചിത കൊളുത്തുന്നത്. അപ്പൊ നമുക്ക് എന്തില്ല? നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മറ്റൊരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മോക്ഷപ്രാപ്തിക്ക് അർഹനാക്കാൻ പറ്റില്ല. അതിന് എന്ത് തന്നെ വേണം? നമ്മുടെ തന്നെ കർമ്മങ്ങൾ അതിന് ആവശ്യമാണ്. അതിരിക്കട്ടെ. അപ്പോ അങ്ങനെ സൂര്യൻ എന്താണ്? കണ്ണിന്റെ ദേവനായ സൂര്യൻ. ആ സൂര്യൻ എങ്ങനെയുള്ളതാണ്? വൃഷഭ. വൃഷഭ എന്നുള്ള കാണാൻ അർത്ഥമുണ്ട്. അതിന്റെ അവയവമാർത്താൻ എന്താണ്? വർഷണം കൊണ്ട് ഭാസിക്കുന്നവൻ. വർഷിക്കുക, ഊർജത്തെ ഭൂമിയിൽ വർഷിക്കുന്നതാണ് ആര്? സൂര്യൻ. അങ്ങനെ വർഷം, ഈ ഊർജമെല്ലാം ഭൂമിയിൽ നൽകുന്ന സൂര്യൻ. സൂര്യൻ നൽകുന്ന ഊർജം കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്ക് സമ്പത്തുകൾ ഉണ്ടാവുന്നത്. എത്ര വലിയ സമ്പന്നനും ആയിക്കൊള്ളട്ടെ, എപ്പോഴും എന്താണ്? സൂര്യൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? നമുക്ക് സമ്പത്തുകള് ഉണ്ടാവില്ല. സൂര്യൻ നൽകുന്ന ഊർജത്തിന് അനുസൃതമായിട്ടാണ് നമുക്കൊക്കെ എന്തുണ്ടാവുന്നത്? സമ്പത്തുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമ്പത്തിനെ നൽകുന്ന സൂര്യൻ ഇതിനെയെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഒരു മോണിറ്ററിംഗ് ഉണ്ട് സൂര്യന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ എന്താണ്? ആ സൂര്യൻ തന്നെ, സൂര്യനെ കൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉറക്കും, നിങ്ങളുടെ എല്ലാം കണ്ണുകൾ ഞാൻ അടപ്പിക്കട്ടെ. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഊർജദാതാവായിട്ടുള്ള സൂര്യനും അഭിമതമായ പ്രവൃത്തി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എന്റെ ഇംഗിതമനുസരിച്ച് ഞാനൊരു നിയമം ഇവിടെ പറയുന്നതല്ല എന്നർത്ഥം. സഹസ്രശൃംഗോ വിഷഭ യസ് സമുദ്രാദുദാചര. സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ആ സൂര്യൻ, അങ്ങനെ പൊങ്ങി വരുന്ന ശീലമുള്ള സൂര്യൻ. തേന അസഹസ്യേന വയം. അങ്ങനെയുള്ള എന്താണ്? ശത്രുക്കളെയെല്ലാം നിഗ്രഹിക്കുന്നവനായ, അമർച്ച ചെയ്യുന്നവനായ ആ സൂര്യനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിജനാൻ സ്വാപയാമസി. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉറക്കിക്കളയും. ഇനി പറയാം, വീണ്ടും എല്ലാവരും ഉറങ്ങിക്കൊള്ളട്ടെ. പ്രോഷ്ഠേശയ വഹ്യേശയ നാരീർയാ തൽപശീവരീഹി സ്ത്രിയോയാഹ പുണ്യഗന്ധാഹ താ സർവാഹ സ്വാപയാമസി. അവരെല്ലാവരെയും ഞാൻ ഉറക്കും. ആരെ ഉറക്കും? പ്രോഷ്ഠേശയ. അതാ ഇവിടെ രാത്രിയാണ്. ഇവിടെ ചിലർ പ്രോഷ്ഠേശയാഹ. പ്രോഷ്ടം ബെഞ്ച്. ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളോടുണ്ട്. ആരും അവിടെ കിടന്നുറങ്ങിക്കോട്ടെ. സ്ത്രീകൾക്ക് അപ്പൊ എന്താണ്? അവിടെ ആരെയും ഭയമില്ലാതെ കിടന്നുറങ്ങാവുന്ന സ്ഥലമാണ്. ചിലർ അവിടെയാണ്, ചിലർ ബെഞ്ചിൽ കിടന്നുറങ്ങും. പ്രോഷ്ഠേശയാഹ. ചിലർ വഹ്യേശയാഹ. വഹ്യം വാഹനം. ചിലർ വാഹനത്തിൽ കിടന്ന് ഉറങ്ങുന്നു. വേറെ ചിലർ നാരീര്യാഹ തൽപശീവരീഹി. ചിലർ തൽപ്പങ്ങളിൽ കിടന്ന് ഉറങ്ങുന്നു, കട്ടിലിൽ കിടന്നുറങ്ങുന്നു. അപ്പൊ എവിടെയൊക്കെയാണ്? ബെഞ്ചിൽ കിടന്നുറങ്ങുന്നവര്, വാഹനത്തിൽ കിടന്നുറങ്ങുന്നവര്, തൽപ്പത്തിൽ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവരെ അവരെയൊക്കെ കാണാൻ പറ്റും. സ്ത്രീയോയാഹ പുണ്യഗന്ധാശ്ച. പുണ്യഗന്ധകളായ സ്ത്രീകളും. പുണ്യഗന്ധകളായ സ്ത്രീകൾ ഇങ്ങനെയൊന്നല്ല കിടന്നു. പുണ്യഗന്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗല്യഗന്ധത്തോട് കൂടിയവര് എന്ന് പറഞ്ഞാൽ നവോഢകളായിട്ടുള്ളവര്, പുതുതായി വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരായ സ്ത്രീകൾ. അവരിങ്ങനെ ബെഞ്ചിലും ഡെസ്കിലും ഒന്നല്ല കിടക്കുന്നത്. അവരെവിടെയാണ്? അവരവരുടെ ശയ്യാഗ്രഹങ്ങളിൽ പോയി കിടക്കുന്നു. അവരും അവിടെ കിടന്നുകൊള്ളട്ടെ. അങ്ങനെ എന്താണ്? അവിടെ ശയ്യയിൽ, ഉറക്കറകളിൽ ശയ്യയിൽ കിടക്കുന്നവരെ, അല്ലെങ്കിൽ എന്താണ് മണവറയിൽ കിടക്കുന്നവരെ, അവരവിടെ കിടന്നോട്ടെ. കട്ടിൽ കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ. ബെഞ്ചിൽ കിടക്കുന്നവർ അവിടെ കിടക്കട്ടെ. വാഹനങ്ങളിൽ കിടക്കുന്നവര് അവിടെ കിടക്കട്ടെ. അതാണ് സ്ത്രീയോയാഹ പുണ്യഗന്ധാശ്ച. പുണ്യഗന്ധകളായിട്ടുള്ള സ്ത്രീകളും അവരും അവിടെ കിടന്നുറങ്ങിട്ടെ. താഹ സർവാഹ സ്വാപയാമസി. അവരെ എല്ലാവരെയും ഞാനിതാ ഉറക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കൊള്ളട്ടെ. ആരും എന്ത് ചെയ്യണ്ട? എന്നെ എന്താണ് തടയാനായി ആരും തന്നെ വരണ്ട. ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും പെടുത്തിയാലോ അല്ലെ? അച്ഛൻ, അമ്മ, വാസ്തോഷ്പതി, പിന്നെന്താണ് പരിജനങ്ങള്, പരിചയമുള്ളവര്, ചുറ്റുമുള്ള ആളുകള്, പിന്നെന്താണ് കിടന്നുറങ്ങുന്ന സ്ത്രീകള്, ബെഞ്ചിൽ ഉറങ്ങുന്നവര്, കട്ടിൽ ഉറങ്ങുന്നവര്, വാഹനത്തിൽ ഉറങ്ങുന്നവര്, പിന്നെന്താണ് മണിയറയിൽ ഉറങ്ങുന്നവര്, എല്ലാം ഉറങ്ങിക്കൊള്ളട്ടെ. ആരെയും ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ആരുടെയും ചുമതലയല്ല ഇവിടെ നിന്ന് എന്നെ തടയുന്നത്. അപ്പൊ എന്താണ് അവിടെ ഇതിലൂടെ നമുക്ക് തരുന്നത്? എന്താണ്?
രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, അന്നത്തിന് അവകാശി ആരാണ്? വിശക്കുന്നവൻ അന്നത്തിന്റെ അധികാരിയാണ്. രണ്ടാമതൊന്ന്, പ്രാണൻ പോവാതിരിക്കാൻ എന്താണ് ഭക്ഷണം കഴിക്കുന്നവൻ, അതായത് പ്രാണനെ നിലനിർത്തുന്നവൻ എന്ത് ചെയ്യുന്നു? പ്രാണൻ നൽകിയവനായ ഈശ്വരനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോ അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെ തടയുന്നതിനേക്കാൾ നല്ലത് ഒന്നുകിൽ അവനവന്റെ നൈസർഗികമായ വാസനകൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളിൽ വ്യാപൃതരാവുകയോ, അല്ലെങ്കിൽ എന്താണ്, സ്വന്തം ഇഷ്ടമനുസരിച്ച് പാതകങ്ങളല്ലാത്ത മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാവുകയോ ചെയ്യുന്നതാണ് എന്നുള്ള വലിയ സന്ദേശം. അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പോയി ഉറങ്ങുക. അതും എന്താണ്, നിങ്ങൾക്ക് വിശ്രാന്തി കിട്ടുമല്ലോ. അതും എന്താണ്, ഇതിനേക്കാൾ സ്പൃഹണീയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രോഷ്ടേശയാ വഹ്യേശയാ നാരീര്യാഹ തൽപശീവരീഹി സ്ത്രിയോയാഹ പുണ്യഗന്ധാശ്ച താ സർവാഹ സ്വാപയാമസി. അപ്പൊ ഇങ്ങനെ ഒരു 8 മന്ത്രങ്ങളിൽ ഋഗ്വേദം ഒരു ഉപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം.